ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മല്ലു കിഡ്സ് വേൾഡ്. ഇന്നത്തേത് എന്തെന്നില്ലെങ്കിലേ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി തേങ്ങാക്കൊത്തെല്ലിട്ടിട്ട് നല്ല ടേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിന്, പിന്നെ കുറച്ച് ഉപ്പും 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിന്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന. എന്നിട്ട് ഏകദേശം ഒരു 12 വിസിലോളം അടിച്ചിന്. എന്നിട്ട് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ കൊത്തില്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം വഴറ്റിയതിന് ശേഷം വഴന്ന് വരുമ്പോഴത്തേക്കും അതിന് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ അത് ക്രഷ് ആക്കിയതും, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. സവാള ഏകദേശം നല്ലോണം ഒരു മൊരിഞ്ഞ് വരുന്ന ആ ഒരു പാകമാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ സവാള പെട്ടെന്ന് നമുക്ക് വഴന്നിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ വഴറ്റുക. പിന്നെ ഈ സമയത്ത് കുറച്ച് കറിച്ചപ്പില്ലേ, അതായത് കറിവേപ്പില കൂടി ഇടണം, അത് ഞാൻ വിട്ടതിന്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതായത് ഇപ്പോൾ നമ്മൾ ബീഫ് നന്നായിട്ട് വെന്തിട്ട് വന്നിന്, അതായത് ഒരുപാട് ഉടഞ്ഞിട്ടൊന്നുമല്ല, കറക്റ്റ് വേവായിട്ടുണ്ട്. എന്നിട്ട് ഇതേ പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പെപ്പറും, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളെ എരിവിന് ആവശ്യമുള്ള എല്ലാ മസാലകളും ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക്, അതായത് നമ്മൾ ഈ ബീഫില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇതാവും. എന്തായാലും ട്രൈ ആക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലിടണം. പിന്നെ സബ്സ്ക്രൈബ് ആക്കാനും ഷെയർ ആക്കാനും ലൈക്ക് ഇടാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.